അപ്പോൾ ഞാൻ ഇന്ന് കോയമ്പത്തൂരിലേക്ക് പോകാൻ പോവുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ് അമ്മ ഉണ്ടാക്കിയത്. അതും കഴിച്ചിട്ട് നേരെ ലഗേജസ് ഒക്കെ എടുത്ത് ഇറങ്ങാൻ പോവുകയാണ്. ഒരു 4 ബാഗ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ട്രെയിൻ കൊല്ലത്ത് നിന്നാണ്. കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിലാണ് കോയമ്പത്തൂരോട്ട് പോകുന്നത്. ഇതെൻ്റെ ആൻറ്റിയും ഫാമിലിയാണ്. അപ്പോഴാണ് ഞാൻ 2 ഗെയിമേഴ്സിനെ കാണുന്നത്. ഫോൺ അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുക രണ്ടും. അപ്പോൾ ഇനിയാണ് ഫുഡിങ് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ കൊല്ലത്ത് നിന്ന് തന്നെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത് ആൻറ്റി കൊണ്ടുവന്നതാണ് നാൻകട്ട. പല സൈസിലും ഷേപ്പിലും കളറിലൊക്കെ വരുന്ന സാധനമാണ് ഇത്. ഇതെല്ലാവരും കൊടുത്ത് അവിടെ മൊത്തം വൃത്തികേടാക്കി. കാരണം ഇതിൽ പപ്സ് പോലെയാണ് പൊടിഞ്ഞ് പൊടിഞ്ഞിങ്ങ് വരും. അതുകൊണ്ട് ഡ്രസ്സ് മൊത്തം പിള്ളേരുടെ ആയി. അങ്ങനെ ഉച്ചയായി, ഫുഡ് കഴിക്കണമല്ലോ. തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഫുഡ് കിട്ടിയത് തന്നെ. 2 ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. ഇത്രയും വേസ്റ്റ് ബിരിയാണി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കാരണം 110 രൂപയ്ക്ക് വേവാത്ത കുറച്ച് റൈസും ഒരു ചിക്കൻ പീസും, അതും ഒരുമാതിരി റബ്ബർ പോലെ ഇരിക്കുന്ന ചിക്കനും. പൈസ കൊടുത്ത് വാങ്ങിച്ചു പോയില്ലേ, പിന്നെ വേറെ ഒന്നും കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങനെ പാലക്കാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് മാൽക്കിസ്റ്റും കൂടെ തിന്നാൻ തോന്നി. കാരണം ടീ ടൈം ആയിരുന്നു. ടീ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭാരതപ്പുഴയൊക്കെ എത്തി. അത് കാണാൻ എൻ്റെ പൊന്നെ എന്ത് ഭംഗിയാ. കുറച്ചും കൂടെ മുന്നോട്ട് പോയി പാലക്കാട് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൈമറ്റ് ഒക്കെ അങ്ങ് മാറി. ഭയങ്കര മഴ. അവിടുത്തെ പാടത്തൊക്കെ ഇങ്ങനെ ട്രാക്ടർ വെച്ച് ഉഴുതിട്ടേക്കുമായിരുന്നു. അതിൻ്റെ കൂടെ മഴയും കൂടെ പെയ്യുമ്പോൾ എൻ്റെ പൊന്നെ ആ മണം, ആ ട്രെയിനിൽ മൊത്തം ആ മണമായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഒരുപാട് വലിയ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഉണ്ട്, IIT ഉണ്ട്. ഞാൻ ആലോചിക്കുക എന്നതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ബിൽഡിങ്സിൻ്റെ ഒക്കെ ബാക്കിൽ നല്ല അടിപൊളി കുന്നും മലയൊക്കെയാണ്. എന്ത് അടിപൊളി, എന്ത് വ്യൂ ആ ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ പോകുന്ന കാണണം. എന്താണെന്നറിയത്തില്ല, എനിക്ക് ബീച്ചിനേക്കാളും കുന്നും മലയും ഗ്രാമഭംഗിയും പാടവും ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്ക് പാലക്കാട്ട് വാളയാറിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വ്യൂ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും കാത്തിരിക്കുന്നത്. അങ്ങനെ വൈകിട്ട് 6:30 നമ്മൾ കോയമ്പത്തൂർ എത്താൻ പോവാണ്. ട്രെയിൻ പതിയെ സ്റ്റോപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ലഗേജസ് ഉണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും. ഇതെങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്ന് ഒരു ഐഡിയ ഇല്ല. സാധാരണ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകുന്നത് ബസ്സിലാണ്. പക്ഷേ ഇത്തവണ ഇത്രയും ലഗേജസ് ഉണ്ടായിട്ട് അതിനകത്ത് പോകാൻ പറ്റത്തില്ല. റെഡ് ടാക്സി ബുക്ക് ചെയ്തു. അതിനായിട്ട് നമ്മൾ ആദ്യം റെഡ് ടാക്സിയുടെ കൗണ്ടറിൽ പോയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യണം. എന്നിട്ടേ കാർ കയറാൻ പറ്റൂ. പിന്നെ ആണെങ്കിലോ ഒരിക്കലും ഇല്ലാത്ത പോലെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്ക് വരാൻ കാരണം എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പോകുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെയുള്ള ഓൾ സീസൺസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ചപ്പാത്തി, കുറുമ, ഇടിയപ്പം സെറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. പിന്നെ വൈകിട്ട് ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ടയർഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീ സ്റ്റോളിൽ കയറിയിട്ട് ഒരു ടീയും ഞാനൊരു ബ്രൂ കോഫിയും പറഞ്ഞു. ഈ ഒരു ചെറിയ ഗ്ലാസ് ബ്രൂയിനൊക്കെ 15 റുപ്പീസ് ഇത്തിരി ഓവർ അല്ലേ. അങ്ങനെ അതിൻ്റെ ക്യാഷും കൊടുത്തിട്ട് നമ്മൾ നേരെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ഇറങ്ങി. ആ പഴത്തിൻ്റെ ഒക്കെ കളറ് കണ്ടോ, നമ്മുടെ ഇവിടുത്തെ പോലെ കറുത്തൊന്നും ഇരിക്കുകയല്ല. നല്ല അടിപൊളി ഫ്രഷ് വെജിറ്റബിൾസ് ആണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്.